ഒറ്റത്തോർത്ത് മാത്രം അരയിൽ ചുറ്റി നീന്താൻ ഇറങ്ങിയതായിരുന്നു. ആളൊഴിഞ്ഞ ആറ്റിൽ നീന്തി തുടിച്ച് കുളിക്കവേ ചെറിയ ഒഴുക്കിൽ അവളുടെ ആ തോർത്ത് പോയത് അറിഞ്ഞില്ല. ആറ്റിറമ്പിൽ തൻ്റെ ഊരിവെച്ച വസ്ത്രങ്ങളുണ്ട്. പക്ഷെ കയറി വരുമ്പോൾ ആരെങ്കിലും കണ്ടാലോ? കുറച്ചുനേരം അവൾ തല മാത്രം വെളിയിൽ കാണിച്ചു നിന്നു. സമയം പോയാൽ അപകടമാകും. പാടവരമ്പത്തുകൂടെ പണി കഴിഞ്ഞു വരുന്ന വല്ലവരും ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ഭാഗ്യത്തിന് എങ്ങും ആ ഭാഗത്ത് ഒരു മനുഷ്യജീവിയും ഇല്ല. അതാണ് ആശ്വാസം. അതുകൊണ്ടാണ് എന്നും കുളിക്ക് ഈ സമയം തിരഞ്ഞെടുക്കുന്നത് തന്നെ. ചുറ്റും കണ്ണോടിച്ചു. കൈതകൾ തങ്ങളുടെ ഓലകൾ കൊണ്ട് കാവലായി കുട പിടിച്ച് നിൽപ്പുണ്ട്. അവൾ പതുക്കെ മുങ്ങാങ്കുഴിയിട്ട് കരയിലേക്ക് അടുത്തു വന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് മിന്നൽ വേഗത്തിൽ കരയിൽ പാഞ്ഞു കയറുമ്പോൾ 1000 വെള്ളത്തുള്ളികൾ ചിതറിത്തെറിച്ച് കൂടെ കുതിച്ചു. കാഴ്ച കണ്ട് കൈതകൾ ഒരു നിമിഷം കണ്ണുപൂട്ടിയോ. വേഗം തൻ്റെ പാവാടയും ബ്ലൗസും ഇട്ടു. ഈശ്വര, രക്ഷപ്പെട്ടു. എന്നാലും ആ തോർത്ത് തന്നെ ചതിച്ചല്ലോ. അവൾക്ക് സങ്കടവും നാണവും ഒന്നാകെ വന്നു. ഇന്ന് എന്തൊക്കെയാ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? വിറക് ശേഖരിച്ച് വീട്ടിലെത്തിയാൽ പിന്നെ തോർത്തെടുത്ത് നേരെ ആറ്റിലേക്ക് വരും. വിസ്തരിച്ച് ഒരു കുളിയാണ്. അതിനീ കാട്ടുകൈതകൾ അവൾക്ക് മറ നിൽക്കും. ആ വെള്ളത്തിൽ അങ്ങനെ കുറേ നേരം അവൾ കുളിച്ചു തിമിർക്കും. ഇന്ന് ഒരു സംഭവമുണ്ടായി. ഭാഗ്യദേവതയുടെയും ധനദേവതയുടെയും ഒരു കടാക്ഷം. ഒന്നും കാണില്ലെന്നറിയാം. എന്നാലും അവറാച്ചൻ ചേട്ടൻ ഇതിൽ വല്ലതുമുണ്ടോ എന്ന് നോക്കിക്കേ. പ്രഭ തൻ്റെ കുഞ്ഞു പേഴ്സ് തുറന്ന് താൻ ഇന്നലെ വാങ്ങിയ കേരള ലോട്ടറി ടിക്കറ്റ് എടുത്ത് വിൽപ്പനക്കാരൻ അവറാച്ചനെ ഏൽപ്പിച്ചു പറഞ്ഞു. ഭാഗ്യം, 500 രൂപ അടിച്ചിട്ടുണ്ട് പ്രഭക്കുട്ടിയെ നിനക്ക്. ആണോ? അപ്പോൾ കോളടിച്ചല്ലോ. ഒരു പാവം പെൺകുട്ടിയാണ് പ്രഭ എന്ന 18കാരി. അച്ഛൻ നേരത്തെ മരിച്ചു. ഇപ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പമാണ് താമസം. അവറാച്ചൻ നൽകിയ 500 രൂപയുമായി അവൾ റോഡിൽ നിന്നും കാട്ടുപാതയിലൂടെ നടന്നു. റോഡരികിലുള്ള ഈ കൊല്ലിയിൽ നിന്നും അല്പം ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ ശേഖരിക്കാം എന്നവൾ കരുതി. പെട്ടെന്നാണ് അത് അവളുടെ കണ്ണിൽപ്പെട്ടത്. ഒരു കാർട്ടൺ. വേഗം കയ്യിലെടുത്തു. നല്ല കനമുള്ള എന്തോ ഒന്നാണ് അകത്തുള്ളതെന്ന് തോന്നുന്നു. കയ്യിലുള്ള ചെറിയ കത്തി കൊണ്ട് അതിൻ്റെ ഒരു സൈഡ് വെട്ടിപ്പൊളിച്ചു നോക്കി. അവൾ ഞെട്ടിപ്പോയി. 2000-ൻ്റെ നോട്ടുകെട്ടുകൾ. മുകളിലെ റോഡിൽ നിന്നും പോകുമ്പോൾ ആരുടെയെങ്കിലും വാഹനത്തിൽ നിന്നും തെറിച്ചു വീണതാവാം. എന്തു ചെയ്യണം? ഒരു നിമിഷം അവൾ ശങ്കിച്ചു. അന്വേഷണം ഉണ്ടാകുമോ? ഇതിൻ്റെ ആൾക്കാർ തേടി വരുമോ? പോലീസ് പിടികൂടുമോ? തുടങ്ങിയ ചില സംശയങ്ങൾ അവളെ പൊതിഞ്ഞു. പിന്നെ അത് തൻ്റെ വിറകിൻ്റെ കൂടയിൽ ഭദ്രമായി ഒളിപ്പിച്ച് വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് സുലോചന ചേച്ചിയെ കണ്ടു. കുടുംബശ്രീ പ്രസിഡൻ്റാണ്. എന്താ പ്രഭ, ഇന്ന് വിറക് കുറവാണല്ലോ, എന്താ വേഗം പോന്നത്? അവിടെ ഒന്നും ഉണങ്ങിയതില്ലെന്നേ, അവൾ പറഞ്ഞു. നീ എന്തിനാ എപ്പോഴും മഞ്ഞപ്രഭാഗത്ത് പോകുന്നത്? അവിടെ കോയിപ്പുറം റോഡ് വക്കിൽ നന്നായി ഉണങ്ങിയ ചുള്ളിക്കമ്പുകളുണ്ട്. ഞാൻ അവിടുന്നാണ് ശേഖരിക്കുക. നാളെ അങ്ങോട്ട് പോര്. ശരി ചേച്ചി. മോളെ പ്രഭ, ആ കുടുംബശ്രീയുടെ കടമെടുത്ത തുക അടയ്ക്കടി. ട്രഷറർ സരള എപ്പോഴും എന്നോട് ചൂടാവുന്നടി അതേ ചൊല്ലി. ശരി ചേച്ചി, ഈ ആഴ്ച തന്നെ വഴിയുണ്ടാക്കാം, പ്രഭ പറഞ്ഞു. വേഗം യാത്രയും പറഞ്ഞ് സുലോചന ചേച്ചിയുടെ വീട് കടന്ന് മുന്നോട്ട് നടന്ന് നേരെ വീട്ടിലെത്തി. വീട്ടിൽ അവൾ കിടക്കുന്ന റൂമിലെ കട്ടിലിനടിയിൽ ഇരുണ്ട ഭാഗത്ത് ആ പണമടങ്ങിയ കെട്ട് സൂക്ഷിച്ചു വച്ചു. എന്നിട്ട് ആറ്റിൽ വന്ന് പഴയതുപോലെ ഒരു കുളി പാസാക്കിയതായിരുന്നു. പ്രഭയ്ക്ക് ലോട്ടറി അടിച്ച വിവരം അവറാച്ചൻ വഴി മഞ്ഞപ്ര നാട്ടിലാകെ പരന്നു. പലരും തുക 500 ആണെന്നറിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചു. പ്രഭ തനിക്ക് വീണു കിട്ടിയ പണം പോലീസിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വിവരമറിയിക്കാൻ ടൗണിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവൾ ബസ് കയറി. പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ തന്നെ ഉള്ളിൽ നിന്നും നിലവിളിയും ആക്രോശവും മർദ്ദന ശബ്ദവും എല്ലാം കേട്ട് അവൾ പേടിച്ചുപോയി. അങ്ങോട്ട് മാറി നിൽക്കടാ, ഇങ്ങോട്ട് കയറി നിൽക്കടാ. അത് കേട്ടപ്പോൾ അവൾ ഉടനെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അവൾ പണം അവൾക്ക് പരിചയമുള്ള ഒരു അനാഥാലയത്തിലെ അധികൃതർക്ക് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. രാജ്യത്തിൻ്റെ നികുതി വെട്ടിച്ചും ആൾക്കാരെ പറ്റിച്ചും ഉണ്ടാക്കുന്ന ഇതുപോലുള്ള കറുത്ത പണം അങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് കുറേ കാലം അന്നത്തിനും വസ്ത്രത്തിനും മറ്റു ചെലവുകൾക്കുമായി ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ. അവൾക്ക് അത് സന്തോഷമാണ്. തനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. എന്നാലും തനിക്ക് അർഹതയില്ലാത്ത ഈ പണം വേണ്ട. അവൾ പണം കൈമാറി. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ലഭിച്ച ആ ധനം അനാഥാലയ അധികൃതർക്ക് ഒരാശ്വാസമായി മാറി. വരുന്ന വഴിയിൽ ലോട്ടറി ടിക്കറ്റുമായി സൈക്കിളിൽ വരുന്ന അവറാച്ചനെ കണ്ടപ്പോൾ അന്ന് കിട്ടിയ 500 രൂപയിൽ നിന്നും അവൾ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൻ്റെ ഒരു ലോട്ടറി എടുത്തു.
അന്ന് കൊല്ലിയിൽ വീണു കിടന്നിരുന്ന ആ നോട്ടുകെട്ടുകളുടെ പിന്നാമ്പുറ കഥ എന്താണെന്ന് നോക്കാം. സാർ, സ്റ്റേറ്റ് റോഡിൽ നിന്നും ഹൈവേയിൽ പോകുന്ന വഴിയിലൂടെ 2 കോടി രൂപയും കൊണ്ട് ഒരു കുഴൽപ്പണ സംഘം കടന്നു വരും. അവരൊരു ഓംനി വാനിലാണുള്ളത്. SIക്ക് വന്ന ഫോണിലുള്ള രഹസ്യ വിവരമാണിത്. ഡ്രൈവർ, വണ്ടിയെടുക്കൂ. രാമനാഥ് SI അലറി. ഉടനെ ജീപ്പ് സ്റ്റാർട്ടാക്കി. വണ്ടി പിറകോട്ടെടുത്തു. SI ചാടിക്കയറി. വേഗം വിട്ടോ. എങ്ങോട്ടാണ് സാർ? ഡ്രൈവർ തിരക്കി. നമ്മുടെ മഞ്ഞപ്ര പോകുന്ന റോഡിലേക്ക്. അതുവഴി ഒരു നീല നിറത്തിലുള്ള ഓംനി വാൻ വരും. അതിനെ തടഞ്ഞ് ചെക്ക് ചെയ്യണം. അവർ മഞ്ഞപ്ര റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തൊട്ടുമുമ്പിൽ ആ പറഞ്ഞ വണ്ടി പോകുന്നത് കണ്ടു. വേഗം പിന്തുടരൂ. SI ആ വണ്ടി ചൂണ്ടിക്കാട്ടി ഡ്രൈവറോട് പറഞ്ഞു. ഈ സമയം ആ വണ്ടിക്കുള്ളിൽ 4 പേരുണ്ടായിരുന്നു. പോലീസ് വാഹനം തങ്ങളെ പിന്തുടരുന്നത് അവർ ശ്രദ്ധിച്ചു. അവർ വണ്ടിക്ക് വേഗത കൂട്ടി. പോലീസ് ജീപ്പും വേഗത വർദ്ധിപ്പിച്ചു. അവിടെ ഒരു മത്സര ഓട്ടം തന്നെ നടന്നു. ചെറിയ വളവുകളും കയറ്റങ്ങളും ഇരുവാഹനവും മത്സരിച്ചോടി പിന്നിട്ടു. സാധനം പോലീസിന് കിട്ടിയാൽ പ്രശ്നമാണ്, അതില്ലെങ്കിൽ പ്രശ്നമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വണ്ടിക്കുള്ളിൽ ഉള്ളവർ പരിഭ്രമത്തോടെ ആലോചിച്ചു. കയറ്റം കയറി ഒരു ചെറിയ വളവ് തിരിഞ്ഞപ്പോൾ ഓംനി വാനിലുള്ളവർ കാറിൻ്റെ സ്ലൈഡിംഗ് ഡോർ തുറന്ന് പോലീസ് കാണാതെ 2 കോടിയുടെ ആ നോട്ടുകെട്ടുകളുള്ള കാർട്ടൺ ഒരു കൊല്ലിയിലേക്ക് വലിച്ചെറിഞ്ഞു. സ്ഥലം ഓർമ്മിച്ചു വെച്ചു. കുറേ ദൂരം ഓടിയപ്പോൾ പിന്തുടർന്നു വന്ന പോലീസിന് അവർ പിടികൊടുത്തു. പോലീസ് വാഹനം പരിശോധിച്ചു. അവർക്കൊന്നും കണ്ടെത്താനായില്ല. വാഹന റെക്കോർഡുകൾ, ലൈസൻസ് എല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് പിന്തുടർന്നപ്പോൾ ഓടിയതെന്ന് ചോദിച്ചു. അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോവുകയാണെന്നാണ് അവർ പറഞ്ഞത്. വേറെ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ വണ്ടി നിർത്താതെ പോയതിന് ഒരു പെറ്റി കേസ് ചാർജ് ചെയ്യാൻ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വാഹനം വിശദമായി പരിശോധിച്ചു. ഒന്നും ലഭിച്ചില്ല. പോലീസുകാർ അവരെ വെറുതെ വിട്ടു. അന്നത്തെ ദിവസം അവിടെ ചുള്ളിക്കമ്പ് ശേഖരിക്കാൻ ഇറങ്ങിയപ്പോഴാണല്ലോ പ്രഭ ആ കാർട്ടൺ കണ്ടത്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു സായാഹ്നം കോയിപ്ര ഭാഗത്ത് റോഡ് വക്കിൽ സുലോചന ചേച്ചിയുടെ കൂടെ ചുള്ളിക്കമ്പൊടുക്കുകയായിരുന്നു പ്രഭ. അവിടേക്ക് അവളെ തേടി നമ്മുടെ അവറാൻ സൈക്കിളുമായി ഓടിയെത്തി. എവിടെയൊക്കെ തിരഞ്ഞു നിന്നെ. എന്താ കാര്യം? അടിച്ചടി മോളെ, അടിച്ചു. എന്തോന്നാ അവറാച്ചാ? ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സമ്മാനത്തുക 12 കോടി രൂപ നിനക്ക് തന്ന ടിക്കറ്റിനാ മോളെ. തിന്മയിൽ കൂടി കിട്ടുന്ന ഗുണത്തെ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ നന്മയിൽ കൂടെ തന്നെ ആ ഗുണം ഇരട്ടിക്കിരട്ടിയായി നമ്മെ തേടി വരും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.